ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വളരെയധികം കടപ്പാടും സ്നേഹവും തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. അപ്പോൾ ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ പേഴ്സൺ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും നോക്കി കാണുന്നത് എങ്ങനെയാണ്, ഈ പേഴ്സൻ്റെ ഒരു വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. യെസ്, ബിറ്റർ സ്വീറ്റ്, കൈപ്പേറിയ ചില മധുരങ്ങൾ, കൈപ്പേറിയ നിമിഷങ്ങൾ അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുകയാണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ലേഡി വളരെയധികം വിഷമിച്ചാണ്, കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഒരു കേക്ക് അത് വെച്ച് നീട്ടാണ് മറ്റേ പേഴ്സൻ്റെ അടുത്തേക്ക്. പക്ഷെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആണ്. ആക്ച്വലി ഈ ഒരു കേക്ക്, ഈ ഒരു മധുരം ഇത് വെച്ച് നീട്ടുന്ന ഈ ഒരു ലേഡി ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ ആണ്. ആൻഡ് ഓൾസോ ഈ ഇമാജിനേഷനിൽ നിൽക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ്. ഈ ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ പേഴ്സൺ മനസ്സിൽ കൂടെ കാര്യങ്ങളെ നല്ല രീതിയിൽ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹേർട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നതും ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൾ തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല. ഇവിടെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള രീതികളും ഈ പേഴ്സണും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം തന്നെ നമുക്കിവിടെ വളരെയധികം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ അത് ഭയങ്കര അബദ്ധമായി പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ നോക്കി കാണുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഗെയിം എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നും അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ടെന്നും, അല്ലെങ്കിൽ പണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അപ്പം തന്നെ കൂടുമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. അത് വളരെയധികം ഉയർന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസത്തിലൂടെ അത് പൊറുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടായാലും വേണ്ടില്ല, നിങ്ങളെ പറഞ്ഞ് കൺവിൻസിങ് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളെ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യിപ്പിക്കാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വാല്യൂസ് ആണ്. വി ഹാവ് ടു മെനി ഡിഫറൻസസ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടകം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആയിരിക്കാം, അവഗണനകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് കിട്ടിയിട്ടുണ്ടാകാം. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും അവഗണന ഉണ്ടായിട്ടുണ്ടാകാം. അതല്ല എങ്കിൽ ഈ പേഴ്സന്റെ വീട്ടുകാരിൽ നിന്നും അത്തരം അവഗണനകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കാം, അതായത് ഈ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നോ അവഗണനകൾ നേരിട്ടിട്ടുള്ളത്. കാരണം നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻസസ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വി ഹാവ് ടു മെനി ഡിഫറൻസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതും ഈ പേഴ്സന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ അത് വലിയൊരു ഫാക്ടറായിട്ട് മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ റിലീസ് യുവർ ബ്ലോക്സ് എന്നാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇതിലത്തെ തടസ്സങ്ങൾ നല്ല രീതിയിൽ ഹീല് ചെയ്യണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്.
കാരണം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഇത് വെച്ച് ഇത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. കാരണം അത്രയും വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ ആണ് ഈ സെപ്പറേഷൻ എനർജി എന്ന് പറയുന്നത്. കാരണം വഴക്കിട്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് ഓരോരോ അനുഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും. അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഈ ഒരു റിലേഷൻഷിപ്പിലെ ബ്ലോക്കിംഗ് ആയിട്ടുള്ള എനർജീസ് അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വഭാവം തന്നെയായിരിക്കാം, ചിലപ്പോൾ വേറൊന്നും ആയിരിക്കില്ല. കാരണം ഈ പേഴ്സന്റെ സ്വഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, പ്രശ്നങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യം ഇങ്ങനെയുള്ളതായിരിക്കാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് കൂടുതലും പ്രാധാന്യം കൊടുത്തുപോയി. ഇതൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഇതൊക്കെ ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ തന്നെ ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഉറപ്പായിട്ടും ഈ ഒരു ബ്ലോക്കിംഗ് എനർജി അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് എനർജി എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അതെന്താണോ തടസ്സം അതിനെ ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. അതെങ്ങനെയെങ്കിലും റിലീസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അത് മാത്രമല്ല, ഡിവൈൻ ലവ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഈ പേഴ്സൺ കുറച്ചെങ്കിലും ഒരു സമാധാനപരമായിട്ടുള്ള എനർജിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അത് ഈ വ്യക്തിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ടച്ചും കൂടിയാണ്. അതായത് ദൈവികമായിട്ടുള്ള എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് ക്ഷമ എന്താണെന്നും നല്ലൊരു ആകുന്നത് എപ്പോഴാണെന്നും സ്പിരിച്വാലിറ്റി എന്താണെന്നും അവനവനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി അറിയാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് നിങ്ങളുടെ സാന്നിധ്യം വേണ്ടി വന്നു. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സണിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിലൂടെയും കൂടിയാണ് ഈ പേഴ്സൺ പല പാഠങ്ങളും പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ എന്നും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കടപ്പാടാണ്, സ്നേഹം മാത്രമല്ല ഒരു ഡെഡിക്കേഷനും കൂടിയാണ്. ഓക്കെ, ബിക്കോസ് ഈ പേഴ്സൺ അത്രയും മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രപ്പോസൽ ആയിട്ട് കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ എതിർത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാണിച്ചു വെച്ചിട്ടുള്ളൊരു ബന്ധമായിരിക്കാം ഇത്. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി ഇതിൻ്റെ ഇടയിൽ വന്നു, അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടോ പല രീതിയിൽ വന്നു, അതിലൂടെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് ഇത് പോയി എന്നുള്ളൊരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഒരു പ്രപ്പോസലായിട്ട്, അതിപ്പം നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പ്രാക്ടിക്കൽ ആക്കിയിട്ട്, അതായത് സിംഗിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ ആ ഒരു സ്നേഹം, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സിംഗിൾസ് ആണ്, കല്യാണം കഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കി ഒരു വില്ലിംഗ് ആയിട്ടുള്ള ഒരു എനർജിയോട് കൂടി, അതായത് സമ്മതിക്കുന്ന അനുസരിക്കുന്ന ഒരു രീതിയോട് കൂടി കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു കാര്യം ഈ പേഴ്സൺ ഇപ്പോഴും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇന്റൻഷൻ എന്ന് പറയുന്നത് പീസാണ്. കാരണം ഈ വ്യക്തിക്ക് താല്പര്യമില്ല. ഇപ്പോൾ പണ്ടെന്നൊക്കെ പറയുന്നത് ഈ പേഴ്സൺ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ പോലും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവാം, എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് വിത്തൗട്ട് എനി റീസൺ, എന്താണ് ഇതുകൊണ്ട് നേട്ടം കിട്ടുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പോലും ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം, പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇനി അങ്ങോട്ട് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളോട് ഈ പേഴ്സണ് താല്പര്യമില്ല എന്നുള്ളത്, അതായത് ഈ പേഴ്സണ് ഇത്രയും താല്പര്യമില്ല, ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ല, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുവരാനൊന്നും ഈ പേഴ്സൺ ഒട്ടും തന്നെ താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത്
ഒരു സ്വാതന്ത്ര്യം, അത് മാനസികപരമായിട്ടും ചിന്തകളിലും തൻ്റെ ജീവിതത്തിലും എല്ലാ തലത്തിലും ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, ഇതിൽ ഒരുപാട് കണക്ഷൻസ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും വഴി തെറ്റിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ നല്ല രീതിയിൽ തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ തിരിച്ച് വിചാരിച്ചത്, അതായത് ഈ പേഴ്സൺ പലപ്പോഴും അഹങ്കാരത്തോടെ വിചാരിച്ചിരുന്നത് ഇപ്പോ വേറൊരു രീതി, അതായത് വേറെ കണക്ഷൻസ് ഉണ്ടെങ്കിലും ഈ വ്യക്തിക്ക് സമാധാനപരമായിട്ടുള്ള രീതിയിൽ വിജയത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സൺ അഹങ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് പല രീതിയിലും ഈ പേഴ്സൺ അത് നിങ്ങളുടെ അടുത്ത് മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളെ വെറുപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളോട് ദേഷ്യത്തോടെ പെരുമാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ സംസാരത്തിന്റെ ഇടയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, നീ പോയാലും എനിക്ക് വേറെ ആൾക്കാരെ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് വേറെ കണക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നീ പോയാൽ എനിക്കൊന്നുമില്ല, ഞാൻ എന്തോ വലിയ സംഭവമാണ്, നീ ഒന്നുമല്ല എന്നുള്ളൊരു മെന്റാലിറ്റി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. ആ ഒരു സ്വഭാവം മൊത്തമായി മാറിപ്പോയി എന്നാണ് കാണിക്കുന്നത്. കാരണം മീൻസ് അനാവശ്യമായിട്ടുള്ള കണക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം വിട്ട് കളയാൻ ഈ പേഴ്സൺ തയ്യാറായിട്ടുണ്ട്, വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. അതുപോലെ ഡെസ്റ്റിനിയാണ്, അതായത് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളായിട്ട് റിയൂണിയൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അത് നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാകാം, എന്നാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം നിങ്ങൾക്കിടയിൽ ഒരു ഡെസ്റ്റിനേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സണ് വിധിച്ചതാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വിധിച്ചതാണ് എന്നുള്ളൊരു മെന്റാലിറ്റി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്, കണ്ടുമുട്ടേണ്ട ആൾക്കാരാണ്, അങ്ങനത്തെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകുമല്ലോ. അത് ഇവിടെ ഈ പേഴ്സണ് റിയലൈസ് ആയി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഈ പേഴ്സണ് അത് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് റിയലൈസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് റിയലൈസ് ചെയ്യുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അതാണ് കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടൈം ഫോർ എ നാപ്പാണ്. അതായത് ഈ പേഴ്സൺ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഒരു ബ്രേക്ക് എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ട്രെസ് പിടിച്ചിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും കംഫർട്ടബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് മനസ്സ് ഒരു സ്വസ്ഥമായിട്ടും ഒരു സുഖമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് കുറച്ച് ക്ലൂസിലൂടെ പോകാം. 444 കിട്ടിയിട്ടുണ്ട്. 4 ഇയർ, ലെറ്റർ ജി, വാട്ടർ പ്യൂരിഫിക്കേഷൻ, 12, 28, ട്രാവൽ, ഒക്ടോബർ, കർമ്മ, ലെറ്റർ പി, ട്രാവൽ ആൻഡ് ടൂറിസം. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.